കൊല്ലത്ത് അഞ്ചലിൽ വെസ്റ്റ് ഈസ്റ്റ് എന്നിങ്ങനെ രണ്ട് സ്കൂളുകളുണ്ട്. അതിൽ അഞ്ചലിലെ വെസ്റ്റ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതിൽ പോലീസ് കേസെടുത്തു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ഇതേ സ്കൂളിലെ 4 +1 വിദ്യാർത്ഥികൾ ചേർന്നായിരുന്നു മർദ്ദിച്ചത്. 4 വിദ്യാർത്ഥികളെയും താൽക്കാലികമായി പുറത്താക്കിയതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. ഇന്നലെ നടന്ന ദൃശ്യമാണ്, മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നടപടിയായിട്ടുണ്ട്. ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ്, ആ ദൃശ്യങ്ങൾ വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. +1 എത്തിയിട്ടുള്ളൂ ഈ പിള്ളേർ, എന്നിട്ടാണ് ഒരു പയ്യനെ എടുത്ത് എറിയുകയാണ്. പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടപടി വന്നു അല്ലേ ദിലീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, വെസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരുന്നുണ്ടായ ഒരു തർക്കമാണ് റോഡിൽ സംഘട്ടനത്തിൽ കലാശിച്ചത്. ആ മർദ്ദന ദൃശ്യങ്ങൾ തന്നെ ഒരു മയമില്ലാതെ, ഒരു മനുഷ്യനോട് എന്നത് ഒരു പരിഗണനയില്ലാത്ത തരത്തിലാണ് ആ കുട്ടിയെ മർദ്ദിച്ചത്. ഇതൊരു വികൃതിയായിട്ട് കാണാൻ പറ്റുമോ, മറ്റെന്തെങ്കിലുമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഈ സംഘട്ടനം നടത്തിയ ഒരു കുട്ടി മുമ്പും ഇത്തരത്തിൽ വികൃതി കാണിച്ചതിന് സ്കൂൾ അധികൃതർ നടപടിയെടുത്തിരുന്നു. ഇനി ഈ കുട്ടികളെ ഇപ്പോൾ 4 പിള്ളേരെ, ആ കുട്ടികളെയാണ് +1 4 പിള്ളേരെ ഇപ്പോൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഈ പരിക്കേറ്റ കുട്ടിയുടെ പിതാവ് രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രക്ഷിതാക്കൾ കരയുന്നതടക്കം നമ്മളെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന രക്ഷിതാക്കൾ കരയുന്ന, സ്കൂളിൽ വന്ന കുട്ടികൾ സുഹൃത്തുക്കളായി ഫ്രണ്ട്ഷിപ്പായിട്ട് പോകേണ്ട കുട്ടികൾ അവിടെ നിന്നുണ്ടായ ഒരു തർക്കം റോഡിലെത്തി തല്ലി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. സ്കൂൾ അധികൃതരോട് ചോദിക്കുമ്പോൾ ഇത് സ്കൂളിൻ്റെ പുറത്തായതുകൊണ്ട് കാര്യമായ നടപടി അവർക്ക് ഈ കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. പക്ഷേ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയതുകൊണ്ട് നടപടി ഇപ്പോൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഈ കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതായത് ഈ സംഘടന നടത്തിയ കുട്ടികളെ, വികൃതി കാണിച്ച കുട്ടികളെ വിളിച്ചു വരുത്തി കൗൺസിലിംഗ് നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളായിരിക്കും എടുക്കുക എന്നാണ് ഇപ്പോൾ പോലീസ് നമ്മുടെ പറഞ്ഞത്. പഠിക്കുന്നത് ഈ വിദ്യാർത്ഥി 16 വയസ്സേ ആയിട്ടുള്ളൂ. കൂട്ടം ചേർന്ന് ക്ലാസ്സിലുള്ള കുട്ടികൾ ചേർന്ന് തലങ്ങും വിലങ്ങും മർദ്ദിക്കുക, എടുത്ത് എറിയുകയാണ്. എന്തായാലും പോലീസ് നടപടി വന്നിട്ടുണ്ട്. ഈ 4 +1 വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനാണ് തീരുമാനം. തീർച്ചയായിട്ടും കൗൺസിലിംഗ് കൊടുക്കണം. പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരണം, അത്രേ നമുക്ക് പറയാനുള്ളൂ.